നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 10 വ്യാഴം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ജില്ലയിൽ ഹർത്താലായി. പലയിടത്തും പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞ് യാത്രക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ജില്ലയിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഓഫീസുകൾ തുറന്നെങ്കിലും പ്രതിഷേധക്കാർ അടപ്പിച്ചു. പലയിടത്തും പോലീസ് കാഴ്ചക്കാരായെന്ന് പരാതി. സ്വകാര്യ ബസ്സുകളും ഓട്ടോകളും സർവീസ് നടത്തിയില്ല. സ്വകാര്യ വാഹനങ്ങൾ ഓടിയെങ്കിലും പലയിടത്തും തടഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില വളരെ കുറവായിരുന്നു. പണിമുടക്ക് വകവയ്ക്കാതെ തിരുവനന്തപുരം അരുവിക്കര സർക്കാർ LP സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ജോലിക്കെത്തിയ അധ്യാപകരെ സമരാനുകൂലികൾ മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. LP സ്കൂളിൽ പോലീസെത്തി പൂട്ട് തകർത്താണ് അധ്യാപകരെ മോചിപ്പിച്ചത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി ഈ മാസം 1 പ്രസിദ്ധീകരിച്ച കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കി. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ടസിൽ സർക്കാർ വരുത്തിയ മാറ്റം നിയമവിരുദ്ധവും നീതീകരിക്കാനാവാത്തതും ഏകപക്ഷീയവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. ഫെബ്രുവരി 19 പുറത്തിറക്കിയ പ്രോസ്പെക്ടസ് പ്രകാരം പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും എൻട്രൻസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. വിവിധ ബോർഡുകളിൽ പഠിച്ചവരുടെ 12ാം ക്ലാസ് മാർക്ക് ഏകീകരിക്കാനുള്ള ഫോർമുല പരിഷ്കരിച്ച് അവസാന നിമിഷം പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്തതിനെതിരെ CBSE വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. പരീക്ഷ നടത്തിയതിനു ശേഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനാകില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പേരു വിവാദത്തിൽപ്പെട്ട ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരിൽ ജാനകി എന്നത് ജാനകി V എന്നു മാറ്റാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതോടെ ചിത്രത്തിന്റെ പേര് ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാകും. കോടതി വിചാരണ രംഗങ്ങളിൽ ജാനകി എന്ന് പരാമർശിക്കുന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുകയോ മാറ്റുകയോ വേണമെന്ന സെൻസർ ബോർഡിന്റെ നിബന്ധനയും നിർമ്മാതാക്കൾ അംഗീകരിച്ചു. മരുന്ന് വാങ്ങാൻ ഡോക്ടർമാർ നൽകുന്ന കുറിപ്പടി വായിച്ചു മനസ്സിലാക്കാൻ കഴിയേണ്ടത് രോഗിയുടെയും ബന്ധുക്കളുടെയും അവകാശമാണെന്നും ഡോക്ടർമാർ കൈയക്ഷരം വ്യക്തമായി എഴുതണമെന്നും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അറിയിച്ചു. മധ്യ ഗുജറാത്തിനെ സൗരാഷ്ട്ര മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു പുഴയിൽ വീണ് 11 പേർ മരിച്ചു. പദ്ര നഗരത്തിലെ മഹിസാഗർ നദിയിലെ 40 വർഷം പഴക്കമുള്ള പാലമാണ് തകർന്നത്. 2 ലോറിയും 2 വാനും 1 ഓട്ടോയും 1 സ്കൂട്ടറുമാണ് നദിയിൽ വീണത്. 9 പേരെ രക്ഷപ്പെടുത്തി. 5 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് 6 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകും. കാനഡയിൽ പരിശീലന പറപ്പിക്കലിനിടെ ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി ഫ്ലൈയിംഗ് സ്കൂൾ വിദ്യാർത്ഥിയടക്കം 2 പേർ മരിച്ചു. സ്വകാര്യ പൈലറ്റ് ലൈസൻസ് നേടിയ ശ്രീഹരി കൊമേഴ്സ്യൽ ലൈസൻസിനുള്ള പരിശീലനത്തിലായിരുന്നു. സ്വകാര്യ പൈലറ്റ് ലൈസൻസിനുള്ള പരിശീലനത്തിലായിരുന്നു സാവന്ന. റൺവേയിലേക്ക് പറന്നിറങ്ങി പെട്ടെന്ന് വീണ്ടും പറന്നുയരുന്നതിനുള്ള പരിശീലനത്തിനിടയിലാണ് ശ്രീഹരിയുടെയും സാവന്നയുടെയും വിമാനങ്ങൾ ആകാശത്ത് കൂട്ടിയിടിച്ചതെന്ന് ഇരുവരും പഠിച്ചിരുന്ന ഹാർട്സ് എയർ പൈലറ്റ് ട്രെയിനിംഗ് സ്കൂളിന്റെ പ്രസിഡന്റ് ആഡം പെന്നർ പറഞ്ഞു. ആശയവിനിമയ സംവിധാനങ്ങളിലെ പിഴവ് മൂലം 2 പൈലറ്റുമാർക്കും എതിർദിശയിലെത്തിയ വിമാനം കാണാനായില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ജീവനക്കാർ കൊലപ്പെടുത്തിയ ഇടപ്പഴഞ്ഞിയിലെ കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിന്റെ മരണത്തിനിടയാക്കിയത് അതിക്രൂര മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തൽ. തലയ്ക്കു പിന്നിൽ ഗുരുതര ക്ഷതമേൽക്കുകയും ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവമുണ്ടാവുകയും ചെയ്തു. നെയ്യാറ്റിൻകര സ്വദേശിയായ ജസ്റ്റിനും കുടുംബവും 25 വർഷം മുൻപാണ് ഇടപ്പഴിഞ്ഞിയിൽ താമസം ആരംഭിച്ചത്. കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായിരുന്ന അദ്ദേഹം ടാക്സി സർവീസും ബിസിനസ്സും നടത്തി. 1 വർഷം മുൻപാണ് 3 സുഹൃത്തുക്കൾക്കൊപ്പം ഹോട്ടൽ തുടങ്ങിയത്. സംസ്ഥാനത്തെ 134 സർക്കാർ ആശുപത്രികളിൽ 225 കെട്ടിടങ്ങൾ തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെയുള്ള സ്ഥാപനങ്ങളുടെ കണക്കാണിത്. ഈ ആശുപത്രികളുടെ ചുമതലയുള്ള ആരോഗ്യ ഡയറക്ടറേറ്റാണ് കണക്കെടുപ്പ് നടത്തിയത്. ബീഹാറിൽ വോട്ടർ പട്ടിക പുതുക്കലിന്റെ പേരിൽ യുവജനങ്ങളുടെ വോട്ടവകാശം മാത്രമല്ല ഭാവിയും കവർന്നെടുക്കുകയാണെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വോട്ടവകാശം സംരക്ഷിക്കാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പോരാടുമെന്ന് ഇന്ത്യ സഖ്യം പാട്നയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ അദ്ദേഹം പറഞ്ഞു. ഈലോൺ മാസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയായ സ്റ്റാർലിങ്കിന് അന്തിമാനുമതി ലഭിച്ചു. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ കീഴിലുള്ള റെഗുലേറ്ററി ഏജൻസിയായ ഇൻസ്പേസിന്റെ അനുമതിയാണ് ലഭിച്ചത്. ഈലോൺ മാസ്കിന്റെ 2 ബിസിനസ് സംരംഭങ്ങളാണ് ഏകദേശം ഒരേ സമയം ഇന്ത്യയിലേക്ക് എത്തുന്നത്. സ്റ്റാർലിങ്കിനു പുറമെ
ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ല മുംബൈ ബാന്ദ്രയിൽ ഷോറൂം തുടങ്ങുന്നതിനായി റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരുന്നു. ആപ്പിളിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ഇന്ത്യൻ വംശജനായ സാഹിബ് ഖാനെ നിയമിച്ചു. നിലവിലെ സിഇഒ ജെഫ് വില്യംസിന്റെ പിൻഗാമിയായാണ് നിയമനം. ഈ മാസം അവസാനം ചുമതലയേൽക്കും. ആപ്പിളിനെ ആഗോള വിതരണ ശൃംഖലയായി വിപുലപ്പെടുത്തുന്നതിൽ ഇദ്ദേഹം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യ-ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.